ഏവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളായ നെടുങ്കുന്നം സെന്റ് തെരേസ സ്കൂളിൽ ഇപ്പോൾ ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി നമ്മുടെ റിപ്പോർട്ടർ നവ്യയോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നവ്യ, കേൾക്കാമോ? എന്തൊക്കെയാണ് സെന്റ് തെരേസാസിലെ വിശേഷങ്ങൾ? റോസ, കേൾക്കാം. ഞാനിപ്പം സെന്റ് തെരേസാസിലാണ്. അപ്പം ആനിവേഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയാനുണ്ട്. ഇവിടെ ഒത്തിരി വിശിഷ്ട വ്യക്തികളും ഉണ്ട്. നമുക്ക് കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ സ്കൂൾ മാനേജർ സിസ്റ്റർ മീറ തോമസ് CMC നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ, കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന നിലയിൽ അതിന്റെ മാനേജറായ സിസ്റ്ററിന് ഈ സ്കൂളിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമോ? തീർച്ചയായും വളരെ സന്തോഷകരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. പ്രത്യേകിച്ച് നമ്മുടെ സെന്റ് തെരേസ സ്കൂള് 1920 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോളി ക്വീൻസ് പ്രോവിൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂൾ വിജയത്തിന്റെയും മൂല്യങ്ങളുടെയും പാതയിൽ തന്നെ മുന്നേറുകയാണ്. നമ്മുടെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ലിൻഡയുടെ കീഴില് 31 അധ്യാപകരും 5 ഓഫീസ് സ്റ്റാഫുമാണുള്ളത്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്കൂളിനെ അവര് നയിക്കുന്നു എന്നതിൽ വളരെ അഭിമാനകരമായിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കൂളില് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പഠിക്കുക. ഏകദേശം 800-ൽ അധികം കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ചോദിച്ചറിയുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അധ്യാപകരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ഈ സ്കൂളിലെ UPST അധ്യാപിക വിമി ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 2025-26 വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 2-ാം തീയതി വളരെ വർണ്ണാഭമായി ഇവിടെ നടത്തപ്പെട്ടു. ഏകദേശം 200 കുട്ടികളോടും ഇവിടെ അഡ്മിഷൻ എടുത്തു. ഈ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, നമ്മുടെ സ്കൂൾ മാനേജർ എല്ലാവരും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ് കുട്ടികൾക്ക് ഇവിടെ സ്വീകരണം നൽകിയത്. സ്കൂൾ പാർലമെന്റിന്റെ ചാർജ് വഹിക്കുന്നത് ഹൈസ്കൂൾ അധ്യാപിക ടീച്ചറാണ്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത്. അതിനായിട്ട് സോഷ്യൽ സയൻസ് ക്ലബ്ബ് അംഗങ്ങളുടെ പ്രത്യേക സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലെയും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും അവർ ചേർന്ന് സ്കൂൾ ലീഡറിനെ തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്തത്. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ ലീഡറായിട്ട് ഏഞ്ചലിന സിനുവിനെ തെരഞ്ഞെടുക്കുകയും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായിട്ട് ഫാത്തിമ സുൽത്താനയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളില് ലിറ്റററി ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ് എന്നീ ക്ലബിലെ ലീഡർമാരെ തെരഞ്ഞെടുക്കുകയും അസിസ്റ്റന്റ് ലീഡർമാരെയും കൂടി ഈ അവസരത്തിൽ തെരഞ്ഞെടുക്കുകയുണ്ടായി. നന്ദി നവ്യ. ഇനി ആ സ്കൂളിലെ സംഘടനകളുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ റിപ്പോർട്ടർ നേഹ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേഹ, അവിടുത്തെ സംഘടനകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമോ? റോസ, ഞാൻ ഇവിടെ സെന്റ് തെരേസാസിലാണ് നിൽക്കുന്നത്. ഇവിടെ ധാരാളം സംഘടനകൾ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ സംഘടനകളുടെയും ചാർജ് വഹിക്കുന്ന ടീച്ചേഴ്സ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമേ തന്നെ ഇവിടെ JRC ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടെ JRCയുടെ ചാർജ് വഹിക്കുന്ന സിസ്റ്റർ ക്ലറിൻ FCC നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ, ഇവിടുത്തെ JRCയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? സേവന സന്നദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന JRC യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ സ്കൂളിൽ UP ഹൈസ്കൂളിലായി ഏകദേശം 115ഓളം കുട്ടികൾ ഈ സംഘടനയിലെ സജീവ അംഗങ്ങളാണ്. അതുപോലെ തന്നെ 2 ടീച്ചേഴ്സ് ഇതിന്റെ ചാർജ് വഹിക്കുന്നുണ്ട്. ഇവിടെ KCSLന്റെ പ്രവർത്തനങ്ങൾക്ക് ചാർജ് വഹിക്കുന്നത് സിസ്റ്റർ അൽഫോൻസ CMC ആണ്. വിശ്വാസം, പഠനം, സേവനം എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ ഉത്തമ കത്തോലിക്കനും നല്ല നേതാക്കളുമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് KCSLന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. വിവിധ വർഷങ്ങളിൽ മികച്ച KCSL യൂണിറ്റായി നാം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനതല വിജയികളായി മാറുവാൻ നമ്മുടെ KCSL അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ക്രൈസ്തവ കലാരൂപങ്ങളായ മാർഗംകളി, ചവിട്ടുനാടകം എന്നിവയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. സംഘടനകളോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തനത് പ്രവർത്തനങ്ങൾ. ഇവിടെ തനത് പ്രവർത്തനങ്ങളുടെ ചാർജ് വഹിക്കുന്നത് ടീച്ചർ രഞ്ജു ആണ്. മറ്റ് ക്ലബ്ബ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുട്ടികളുടെ ഭാഷാ പരിജ്ഞാനം വളർത്തുന്നതിനായി ഇവിടുത്തെ അധ്യാപകരുടെയും BRC സ്റ്റാഫ് ആൻസി ടീച്ചറിന്റെയും നേതൃത്വത്തിൽ തനത് പഠന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഏറെ സാമൂഹിക പ്രതിബദ്ധത കുട്ടികളിൽ വളർത്തുന്ന ഒരു സംഘടനയാണ് SPC. ഇവിടെ SPCയുടെ ചാർജ് വഹിക്കുന്നത് സീമ ടീച്ചറാണ്. കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയും അച്ചടക്കവും വളർത്തുന്നതിന് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ തന്നെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പൊതു വിദ്യാഭ്യാസ വകുപ്പും കൂടെ ചേർന്ന് സ്കൂളിൽ നടപ്പിലാക്കുന്ന ഒരു സംഘടനയാണ് SPC. നമ്മുടെ സെന്റ് തെരേസാസിൽ 2014 SPCയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ജൂനിയർ,
സീനിയർ അതുപോലെ തന്നെ സൂപ്പർ സീനിയർ വിഭാഗങ്ങളായിട്ട് ഏതാണ്ട് 132 SPC കേഡറ്റ്സ് നമുക്കുണ്ട്. ഈ വർഷം നമ്മൾ പ്രധാനമായിട്ടും ക്യാമ്പസ് ക്ലീനിങ്, നമ്മുടെ സ്കൂളിന് ചുറ്റുമുള്ള ഇടവഴികള്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ് ക്ലീനിങ്, അതുപോലെ തന്നെ റോഡ് സുരക്ഷ, ഇവയാണ് പ്രധാനമായിട്ട് ഈ വർഷം നമ്മൾ ഊന്നൽ നൽകി പ്രവർത്തനം നൽകിയത്. വിദ്യാരംഗം കലാസാഹിത്യവേദി, ടീംസ് ക്ലബ്ബ്, സൊസൈറ്റി എന്നിവയുടെ ചാർജ് വഹിക്കുന്നത് ഹൈസ്കൂൾ അധ്യാപികയായ ഡാർലിക്കുട്ടി ടീച്ചറാണ്. കുട്ടികളിൽ സർഗാത്മകമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പ്രവർത്തന ഉദ്ഘാടനം ഈ വർഷം ജൂൺ 26 നടത്തുകയുണ്ടായി. ടീംസ് ക്ലബിന്റെ പറയുകയാണെങ്കിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് അവർക്ക് വേണ്ടത്ര കരുതലും കരുത്തും നൽകുന്നതിൽ ഈ സംഘടന ക്ലബ്ബ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിന്റെ ചാർജ് വഹിക്കുന്നത് ഇവിടുത്തെ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപികയായ ജാൻസി ടീച്ചറാണ്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി ഗവൺമെന്റ് ആഹ്വാനം ചെയ്ത പദ്ധതിയാണ് സ്റ്റുഡന്റ് സേവിംഗ് സ്കീം. നമ്മുടെ സ്കൂളിലെ 300ഓളം കുട്ടികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഈ പദ്ധതി വളരെ സജീവമായി നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്നു. ലിറ്റിൽ കൈറ്റ്സിന്റെയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ക്ലബിന്റെയും ചാർജ് വഹിക്കുന്നത് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപികയായ സുമിത ടീച്ചറാണ്. 2023 സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെന്റ് തെരേസാസിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. 3 ബാച്ചുകളിലായി ഏകദേശം 80ഓളം കുട്ടികൾക്ക് റോബോട്ടിക്സ്, ആനിമേഷൻ, സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എന്നിവയിൽ പരിശീലനം നൽകി വരുന്നു. സ്കൂളിലെ വിവിധ ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയുടെ ഡോക്യുമെന്റേഷൻ നടത്തുന്നതിൽ ഈ സംഘടനയുടെ പ്രവർത്തനം സ്തുത്യർഹമാണ്. സംസ്ഥാന മേളയിൽ IT മേളയിൽ വെബ് പേജ് ഡിസൈനിങ്ങിൽ സൂര്യനയന മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ക്ലബ്ബും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ആഴ്ചകളുടെയും ഇംഗ്ലീഷ് അസംബ്ലി, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ എന്നിവ കുട്ടികളുടെ ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുന്നതിന് ഏറെ പ്രയോജനകരമാണ്. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ, ഡെയിലി റിപ്പോർട്ട്, വിൻസെന്റ് ഇപ്പോൾ എന്നിവയുടെ ചാർജ് വഹിക്കുന്നത് UP ക്ലാസ് അധ്യാപികയായ റോഷൻ ടീച്ചറാണ്. കുട്ടികളിൽ സഹജീവി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വിൻസെന്റ് ഇപ്പോൾ എന്നൊരു സംഘടന ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ബുധനാഴ്ചകളിലും കുട്ടികളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും അത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ തന്നെ പഠന ചികിത്സാ സഹായത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഇതുവരെ ഒരു കുട്ടിയുടെ ഉപരിപഠനത്തിനും 3 കുട്ടികളുടെ ചികിത്സയ്ക്കും 2 മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും വേണ്ടി നമ്മൾ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. നൂൺമീൽ പ്രോഗ്രാമിന്റെ ചാർജ് വഹിക്കുന്നത് ഡെയ്സി ടീച്ചറാണ്. നമുക്ക് ഇവിടെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് 400 കുട്ടികൾ ആഹാരം കഴിക്കുന്നുണ്ട്. ആഴ്ച 2 ദിവസം പാലും 1 ദിവസം മുട്ടയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും ജൈവ പച്ചക്കറികളാണ് കൂടുതലും ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാറ്. വിവിധ ക്ലബ്ബുകളുടെയും മേളകളുടെയും ചാർജ് വഹിക്കുന്നത് ഇവിടെ ഹൈസ്കൂൾ അധ്യാപികയായ ജിനു ടീച്ചറാണ്. കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിന് വിവിധ ക്ലബ്ബുകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, IT പ്രവൃത്തിപരിചയമേളയിൽ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. കോട്ടയം ജില്ലാ ഗണിതശാസ്ത്ര മേളയിൽ 250-ൽ പരം സ്കൂളുകളെ പിന്തള്ളി നമ്മുടെ സ്കൂൾ 2nd ഓവറോളും സാമൂഹ്യശാസ്ത്ര മേളയിൽ 3rd ഓവറോളും നേടാൻ സാധിച്ചു. അതോടൊപ്പം സംസ്ഥാന മേളയിൽ 5 കുട്ടികൾക്ക് A ഗ്രേഡ് നേടാനായിട്ട് നമുക്ക് സാധിച്ചു. ദിശ ഗൈഡിംഗ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈസ്കൂൾ അധ്യാപികയായ സീന ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നു. IAS പോലെയുള്ള കോച്ചിങ്ങുകളിൽ പങ്കെടുക്കുക എന്നത് വളരെയേറെ ചിലവേറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരം മത്സര പരീക്ഷകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ദിശ. ദിശ പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ വളരെ മികവാർന്ന രീതിയിൽ നടക്കുന്നു. ദിശയിൽ കുട്ടികൾ ഭംഗിയായി പങ്കെടുക്കുകയും ജൂനിയർ IAS പോലെയുള്ള മത്സര പരീക്ഷകളിൽ വളരെ മികച്ച റാങ്കുകൾ നേടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് ഗൈഡിംഗ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ 7th KJPY ഗൈഡ് യൂണിറ്റ് ആണ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. 32 അംഗങ്ങളാണ് നമുക്കിവിടെ ഗൈഡ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത്. ബി പ്രിപ്പയർഡ്, എപ്പോഴും സേവന സന്നദ്ധരായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഗൈഡുകൾ സേവനം ചെയ്യുകയും നേതൃത്വം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. നന്ദി നേഹ, ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിന്. ഈ സ്കൂളിന്റെ കൂടുതൽ പ്രവർത്തനങ്ങളെ പറ്റി അറിയുവാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി ചോദിച്ചറിയുവാൻ നമ്മുടെ റിപ്പോർട്ടർ ആർച്ച നമ്മുടെ കൂടെ ചേരുന്നു. റോസ, ഞാനിപ്പം സെന്റ് തെരേസാസ് സ്കൂളിലുണ്ട്. SITCയും PTA സെക്രട്ടറിയും അതുപോലെ തന്നെ കലോത്സവത്തിന്റെ കൺവീനറുമായ സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ജോമൻ സാറ് ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച PTA അവാർഡ് നേടിയ ഒരു PTA ആണ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത്. വളരെ സുസജ്ജമായ ഒരു PTA ആണ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുക.
ഈ വർഷവും ജൂൺ 26 തന്നെ PTA ജനറൽ ബോഡി യോഗം കൂടുകയും PTA പ്രസിഡന്റായിട്ട് ശ്രീ സേവർ ദേവസ്യയും അതുപോലെ MPTA പ്രസിഡന്റായിട്ട് റോസമ്മ സുനിലിനെയും യോഗം തിരഞ്ഞെടുത്തു. എല്ലാ ടൈമിലും PTA യോഗങ്ങൾ ചേരുകയും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സ്കൂളിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ആഘോഷവേളകളിലും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും PTAയുടെ സജീവമായ പ്രവർത്തനമാണ് ഈ സ്കൂളിന്റെ വിജയത്തിന് പിന്നിലുള്ള ചാലകശക്തി എന്ന് പറയുന്നത്. കോട്ടയം ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായിട്ട് 4ാം വർഷവും ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്ത 166 സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനത്തെത്തിയ നെടുങ്കുന്നം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂള് കലകൾക്ക് എന്നും പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ്. ഈ വർഷം സംസ്ഥാന തലത്തില് നമുക്ക് ഇരുള നൃത്തം, പണിയ നൃത്തം, അതുപോലെ വയലിൻ വെസ്റ്റേൺ, ഹിന്ദി പ്രസംഗം, നങ്ങ്യാർകൂത്ത്, ഈ ഐറ്റത്തില് നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയെന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ്. സംസ്കൃത അധ്യാപികയായ മഞ്ജു ടീച്ചറാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. സംസ്കൃത കലോത്സവത്തോടനുബന്ധിച്ച് കുട്ടികളെ 15 ഐറ്റത്തിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോവുകയും 15 ഐറ്റത്തിലെ എ ഗ്രേഡോടെ മികച്ച വിജയം നേടുകയും അതിൽ 3 ഐറ്റത്തിന് ഫസ്റ്റ് നമുക്ക് ലഭിക്കുകയും മികച്ച വിജയം അങ്ങനെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. കായിക മേഖലയിൽ നിരവധി വിജയങ്ങൾ നേടിയ ഒരു സ്കൂളാണ്. ഈ വിജയങ്ങൾക്കൊക്കെ പിന്നിൽ ഈ സ്കൂളിലെ കായിക അധ്യാപികയായ ബിന്ദു ടീച്ചറാണ്. ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ 919 കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളിൽ ഒരു 44 കുട്ടികളെ നമ്മൾ സ്പോർട്സിലേക്ക്, അത്ലറ്റിക്സിലേക്കും ഗെയിംസിലേക്കും നമ്മൾ പങ്കെടുപ്പിച്ചു. അത് സബ് ജില്ലയിൽ 29 കുട്ടികൾ വിജയം കൈവരിച്ചു. അതിൽ 9 കുട്ടികൾ സ്റ്റേറ്റിലേക്ക് പോവുകയും അതിൽ സബ് ജൂനിയറിൽ ബാസ്കറ്റ്ബോൾ വൈഗ രാജേഷ് എന്നൊരു കുട്ടി സിൽവർ മെഡൽ നേടുകയും ചെയ്തു. ഈ സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനുള്ള 2 ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവയെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫിനോട് കൂടുതൽ ചോദിച്ചറിയാം. എബ്രഹാം, ജോയ്സ്. നമ്മുടെ സ്കൂളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് കയറിയ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. അവരെ സുരക്ഷിതമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ 2 വാഹനങ്ങളും പ്രവർത്തിക്കുന്നു. വിനോദയാത്രയുടെയും ദിനാചരണത്തിന്റെയും ഒക്കെ ചാർജ് ഹൈസ്കൂൾ അധ്യാപികയായ രേഖ ടീച്ചറിനാണ്. നമ്മുടെ സ്കൂളില് എല്ലാ ദിനങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അസംബ്ലിയില് ഓരോ കുട്ടികൾ ഓരോ ക്ലാസ്സിനും ചാർജ് കൊടുത്ത് ആ കുട്ടികളുടെ നേതൃത്വത്തിൽ, ആ ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാ ദിനാചരണങ്ങളും നമ്മൾ പൂർവാധികം ഭംഗിയോടുകൂടി ആഘോഷിക്കാറുണ്ട്. ആ ദിനത്തോടനുബന്ധിച്ച പ്രവർത്തനങ്ങള് ടാബ്ലോ ആയിട്ട്, ഫാൻസി ഡ്രസ് ആയിട്ട് കുട്ടികൾ അവതരിപ്പിക്കുന്നു. അത് കുട്ടികൾക്ക് ആ ദിനത്തിനോടുള്ള കൂടുതൽ ഒരു ആഭിമുഖ്യം വളർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനോദ സഞ്ചാരങ്ങള് കുട്ടികളുടെ പാഠ്യ പ്രവർത്തനങ്ങളോടൊപ്പം കുട്ടികളുടെ അറിവിന്റെ മേഖലയിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കാൻ ക്ലാസ് വിനോദയാത്രകൾ സഹായിക്കാറുണ്ട്. ഈ പ്രാവശ്യം നമ്മള് മൈസൂർ, കുടക്, തിരുവനന്തപുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലേക്ക് പഠനയാത്രകൾ നടത്തി. ഏതൊരു സ്കൂളിനെ മികച്ചതാക്കുന്നത് അവിടുത്തെ ഓഫീസ് സംവിധാനമാണ്. ഇതാണ് ഇവിടുത്തെ ഓഫീസ്. അപ്പോൾ ഇവിടുത്തെ ഓഫീസിലെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ ക്ലർക്ക് സിസ്റ്റർ ആയിട്ടുള്ള സൗമിനി സിസ്റ്ററിനോട് തന്നെ ചോദിച്ചറിയാം. ഓഫീസ് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഓഫീസ് സ്റ്റാഫ് എല്ലാവരുടെയും അധ്യാപകരുടെയും ഒപ്പം ഞങ്ങളുടെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻഡയുടെയും വളരെ സഹകരണത്തോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ ഓഫീസ് ഇത്ര മികച്ചതായിട്ട് പോകാൻ കാരണം. ഒരു സ്കൂളിന്റെ പ്രവർത്തനം മുൻപോട്ട് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ഭരണ സംവിധാനമാണ് ഉള്ളത്. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് ബർസാറായ ഷീല സിസ്റ്ററിനോട് തന്നെ ചോദിച്ചറിയാം. സെന്റ് തെരേസ സ്കൂൾ പഠന നിലവാരത്തിൽ വളരെ മികവ് പുലർത്തുന്നത് ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളും ആ ഒരു നിലവാരത്തിലേക്ക് ഉയർത്താനായിട്ട് ഇവിടുത്തെ മാനേജ്മെന്റ് വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഈ വർഷം നമ്മുടെ ഓഫീസ് സമുച്ചയം നവീകരിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം 12 ലക്ഷം രൂപ അതിനായി ചെലവഴിക്കുകയുണ്ടായി. ഒപ്പം കുട്ടികളുടെ സുരക്ഷയെ പ്രമാണിച്ച് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുകയുണ്ടായി. കൂടാതെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തി ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഒരു എയ്ഡഡ് സ്കൂളിൽ ഈ ഭൗതിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ ഒരിക്കലും എയ്ഡഡ് സ്കൂളിന്റെ സാമ്പത്തിക അവസ്ഥയിൽ നമ്മുടെ മാതാപിതാക്കളും അതുപോലെ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളും ഒത്തിരിയേറെ സഹകരിച്ചതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. ഈ സ്കൂളിനോട് എപ്പോഴും വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഇവരെ കൂടെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. സ്കൂൾ മാനേജ്മെന്റിനും ഇതിൽ നിർണായകമായ ഒരു പങ്കുണ്ട്. ഇത് തന്നെയാണ് ഈ സ്കൂളിന്റെ മികവിന്റെ ഏറ്റവും വലിയ ഘടകം.
ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലിയോടനുബന്ധിച്ച് സ്നേഹിതയ്ക്കൊരു സ്വപ്നഭവനം എന്ന പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായി. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സീനിയർ അസിസ്റ്റന്റായ റെജിമോൻ സാറിനോട് നമുക്ക് ചോദിച്ചറിയാം. സുമനസ്സുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകര്, അനധ്യാപകര്, കുട്ടികള് ഇവിടെ എല്ലാം സഹകരണത്തോടെയാണ് ഇങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അഭിവന്ദ്യ ജോഷുവ പിതാവാണ് നമ്മുടെ മഹാജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് ഈ സ്വപ്നഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങള് ഏകദേശം 2-3 മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അഭിവന്ദ്യ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് സറയിലാണ് ഇതിന്റെ വെഞ്ചരിപ്പും ആശീർവാദകർമ്മവും ഒക്കെ നിർവഹിച്ചത്. ഒരു നല്ല ഭരണ സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള എബിസാർ ഇവിടുത്തെ ഹൈസ്കൂൾ മലയാളം അധ്യാപകനാണ്. ആദ്യമേ തന്നെ ഇവിടെ 5 വർഷക്കാലം സ്റ്റാഫ് സെക്രട്ടറി ആയി സേവനമനുഷ്ഠിക്കുവാൻ എന്നെ സഹായിച്ച എന്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ ദൈവത്തിനും നന്ദി പറയുകയാണ്. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സമയാസമയങ്ങളിൽ സ്റ്റാഫ് മീറ്റിംഗുകളും SRG യോഗങ്ങളും നടത്തിവരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ആത്മീയമായ വികാസം ലക്ഷ്യമാക്കിക്കൊണ്ട് മതപഠന ക്ലാസുകളും സന്മാർഗ ക്ലാസുകളും നടത്തിവരുന്നു. ഇതിലൂടെ ഒരു വ്യക്തിയെ പരിപൂർണതയിൽ എത്തിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 3 വർഷമായി ഇവിടുത്തെ ഹെഡ് മിസ്ട്രസായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ലിൻഡ തെരേസ് CMCയോട് തന്നെ നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം. സ്കൂള് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്നതാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. കേരള അക്കാദമി ഓഫ് സ്കൂൾസിന്റെ ഈ വർഷത്തെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് നമ്മുടെ സ്കൂളിലാണ് ലഭിച്ചത്. 33 ഫുൾ A+, 14 USS സ്കോളർഷിപ്പ്, 5 NMMS സ്കോളർഷിപ്പ് തുടങ്ങിയ മികവിലൂടെ സ്കൂളിന്റെ പുരോഗതിയെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിലും കുട്ടികൾ വളരെയധികം മുൻപന്തിയിലാണ്. ദിവസവുമുള്ള വചന പഠനവും അതുപോലെ KCSL പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഊന്നലും സ്കൂളിന്റെ ആധ്യാത്മിക പുരോഗതിയെ മുന്നോട്ട് ഒത്തിരി നയിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ടൈം കൗൺസിലറായി നമ്മുടെ മഠത്തോട് ചേർന്നുള്ള സിസ്റ്റർ മിസ്റ്റിക്കായെ നിയമിക്കുകയും ദിനവും 10 കുട്ടികൾ വീതം കൗൺസിലിംഗ് നടത്തി കുട്ടികളുടെ മാനസിക പക്വത മുന്നോട്ട് കൊണ്ടുവരാൻ ഒത്തിരി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അധ്യാപകർ ഓരോരുത്തരും പ്രാന്താങ്ങളുടെ വിഷയങ്ങളിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളിലും അവൾ വളരെയധികം ദത്തശ്രദ്ധരാണ്. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ അധ്യാപകർ എല്ലാ മാസവും തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു നല്ല തുക സാമ്പത്തികമായും തന്നുകൊണ്ട് സ്കൂളിന്റെ എല്ലാ വിധത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ നല്ല ഒരു PTA, ദിവസവുമുള്ള വിലയിരുത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സ്കൂളിനെ മുൻപോട്ട് നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികളെ സമ്പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി രാത്രി 8 മണി വരെ ക്ലാസുകൾ എടുത്തുകൊണ്ട് അധ്യാപകർ സഹായിക്കുന്നുണ്ട്. ഭാഷാ വിജ്ഞാനത്തിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്കായി തനത് പഠന പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചുയർത്തും. ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്യുന്നത് റെജിമോൻ സാറും ബിന്ദു ടീച്ചറും ഞാനുമാണ്. സീനിയർ അസിസ്റ്റന്റായ റെജിമോൻ സാറും കായിക അധ്യാപികയായ ബിന്ദു ടീച്ചറിന്റെ നേതൃത്വത്തിൽ നല്ല ഒരു ഭരണം കാഴ്ചവെക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. എന്നെ എല്ലാ സമയവും പിന്തുണച്ചും എല്ലാ പ്രോത്സാഹനവും നൽകുന്നത് എന്റെ അധ്യാപകരും കുട്ടികളും PTA-യും എന്റെ മാനേജ്മെന്റുമാണ്. അവരോടെല്ലാം ഞാൻ ഒത്തിരി നന്ദിയും കടപ്പാടുമുള്ളവളാണ്. ഈ വർഷം സംസ്ഥാന തലത്തിലേക്ക് സ്പോർട്സിലും ആർട്സിലും ശാസ്ത്ര മേഖലകളിലും കുട്ടികളെ കൊണ്ടുവരാൻ സാധിച്ചത് അഹോരാത്രം കഷ്ടപ്പെട്ട എന്റെ അധ്യാപക ലോകമാണ്. അവരോടെല്ലാവരോടും ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്ന എന്റെ എല്ലാ അധ്യാപകരോടും നന്ദി പറയുന്നതോടൊപ്പം സ്നേഹിതയ്ക്കൊരു സ്വപ്ന ഭവനം എന്ന പദ്ധതിയിലേക്ക് കുട്ടികളും മാതാപിതാക്കളും നാട്ടുകാരും അധ്യാപകരും മാനേജ്മെന്റും കൈപിടിച്ചപ്പോൾ ഒരു ഭവനം തന്നെ പടുത്തുയർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറെ നന്ദിയുണ്ട്. ഇതിനെല്ലാം ശക്തിയും
ധൈര്യവും തന്ന ദൈവത്തിന് എല്ലാറ്റിനുമുപരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ലിൻഡ സിസ്റ്റർ. സെന്റ് തെരേസാസിലെ ആനിവേഴ്സറിയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതോടൊപ്പം പങ്കുചേരുന്നു. STG ന്യൂസിന്റെ ഇന്നത്തെ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ റോസാ റോണി, സൈനിങ് ഓഫ്.